ഒന്നും കൊന്ന സാറേ. ആ താനാ? എന്താടോ? ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് കണ്ടപ്പോഴേ മനസ്സിലായി നിങ്ങളെ പോലുള്ള ഗൂർഖകളാണ് ഈ നാടിന് വേണ്ടത്. അത് സാറിനെ പോലെ മറ്റുള്ളവരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഐ ആം എഡ്യൂക്കേറ്റഡ് മാൻ. ഇത് കള്ളം തന്നെ. ഇവനെ ഞാൻ തൊണ്ടിയോടെ പിടികൂട്ടും. എന്റെ പൊന്ന് സാറേ, ഇന്നത്തെ കാലത്ത് പണിയെടുക്കാതെ ജീവിക്കണമെന്നാണല്ലോ മനുഷ്യനെ. പക്ഷെ അതിന് ഏറ്റവും ബെസ്റ്റ് കളവാണല്ലോ. ദൈവമേ, രണ്ടും അകത്ത് കയറി. എന്താ എന്തും സംഭവിക്കാം. എന്നേ പോട്ടെ. പോലെ 89-ലാണോ 99-ലാണോ എന്നറിയില്ല, അലഹബാദിൽ ഞാനൊരു മോഷണം കണ്ടു. മോഷണം മാത്രമേ കൊലയും. അതുകൊണ്ട് കള്ളനെ കണ്ട അനങ്ങരുത്. അനങ്ങില്ല, കൊന്നാലും അനങ്ങില്ല. ഇതെന്തൊരു കളി! നിനക്കൊന്നും വേറെ പണിയില്ലേ? മനുഷ്യന്റെ ഉറക്കം മെനക്കെടുത്താൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. വെരി ഗുഡ്. വാട്ട് എ സിക്സ്! അച്ഛാ, സെഞ്ചുറി അടിച്ചു. അച്ഛൻ കിടന്ന് ഉറങ്ങിയോ? ജഡേജ സെഞ്ചുറി അടിച്ചു. നന്നായി. ഇത് കേട്ടിട്ട് അച്ഛനൊന്നും തോന്നില്ലേ? പേടി തോന്നുന്നു. ഇങ്ങനെ കളിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത അച്ഛൻ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആരാ വിളിച്ചത്? ഗൂർഖ. കള്ളന്മാരുടെ ശല്യമുള്ളതാ. നീ നിന്റെ ആഭരണങ്ങളൊക്കെ പൂട്ടിവെച്ചോ? എന്റെ ആഭരണം ഒരു കള്ളനും തപ്പിയാ കിട്ടൂല. അതെ, ഞാൻ അടുക്കളയിൽ അരിപ്പാത്രത്തിൽ വെച്ചിരിക്കുക. സച്ചിന് കിടക്കാറായില്ലോടാ. 10 റൺസ് കൂടി വേണം. അച്ഛൻ ഇതിപ്പോ പുറത്തുപോയി. ആ ഗൂർഖയാ വിളിച്ചത്. അത് പറഞ്ഞതല്ലേ ആര്? നിങ്ങള്. നിനക്കൊക്കെ കളിച്ച് ജയിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, പരസ്യത്തിൽ അഭിനയിക്കാൻ. അതെ. മോളെ 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 വാതിൽ തുറക്കാൻ. വാതിൽ തുറക്കാൻ. വല്ലതും തടഞ്ഞോ? കുറച്ച് കിട്ടി. കള്ളി അരിപ്പെട്ടിയിലാ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. മറ്റൊരാടെ പോയി. ഏവൻ സെക്യൂരിറ്റി ചന്തപ്പൻ. അവൻ നിങ്ങളോട് അകത്ത് കയറി. ആണോ? ഞാൻ കണ്ടില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതെയോ? എങ്കിൽ ഇതാണ് പറ്റിയ സമയം. അവനെ കയ്യോടെ പിടിച്ച് കോളനിക്കാരെ ഏൽപ്പിക്കും. എടാ തെണ്ടി, ഞാൻ പോയിട്ട് അലറടാ. കള്ളൻ 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 ഓടി വരല്ലേ, കള്ളൻ 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 കള്ളനെ പിടിച്ചേ, കള്ളനെ പിടിച്ചേ. ഞാൻ കള്ളനല്ല, കള്ളനെ പിടിക്കാൻ വേണ്ടി കേറിയതാണ്.
എന്താണ്? എന്നിട്ട് പിന്നെ എന്താ പിടിക്കാതെ പോന്നത്? അത് പിന്നെ വേറൊരു സംഭവം കണ്ട് ഞാൻ ആകെ പേടിച്ചു പോയി. കള്ളൻ രക്ഷപ്പെട്ടു കളഞ്ഞു. ഇയാൾ കയറിപ്പോണ ഞാൻ കണ്ടതാണ്. എന്നിട്ട് ഇത്ര നേരം ഇയാളെ പിടിക്കാൻ എന്ത്? എന്തുവാണ് അങ്ങോട്ട് നോക്കി വായും വിളിച്ച് നിൽക്കുന്നു? ഓരോ അവളുമാരെ കട്ട് മുതലുണ്ടാക്കാൻ വേണ്ടിയാ ഇവനെ ഇവിടെ നിയമിച്ചത്. പിടിച്ചപ്പോ കള്ളനാന്ന് പറഞ്ഞ് തടി തപ്പിയാ മതിയല്ലോ. എടി, ആ സ്വഭാവം നിനക്കുള്ളത് കൊണ്ടാ യൂണിഫൈ ഇടിച്ച് സ്ഥിരമായിട്ട് ഇവനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എനിക്കതിന്റെ ആവശ്യമില്ലടി. ഇത്രയും പേര് കൂടി നിൽക്കണോണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താ ഇവിടെ ഒരു ബഹളം? ഈ കോളനിയിൽ ഒരു കേണൽ നടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് വെച്ചാ? ഞാനൊരു പാറ്റൻ ടാങ്ക് സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു. മറച്ച തുണി പറ. വിളിക്കച്ച പോലീസിനെ. ചെല്ലി പോലീസിനെ വിളിക്ക്. അവര് വരട്ടെ. അപ്പൊ ഞാൻ എല്ലാം പറയാം. ആദ്യം ഞങ്ങളോട് പറയൂ, എന്നിട്ട് പോലീസുകാരോട് പറയൂ. ഞാൻ പറയട്ടെ? എന്ത്? ഞാൻ അകത്ത് കണ്ട കാര്യം വർണ്ണിച്ച് പറയട്ടെ? എന്ത് കണ്ട കാര്യം ഈ പറയുന്നേ? എന്തോ കണ്ടോണ്ട് നിങ്ങൾ പോലീസിനെ വിളിക്ക്. വേണ്ടേ? വേണ്ട. ഈ കള്ളനെ വെറുതെ വിടണമെന്നാണോ പറയണേ? അതേന്ന് പറഞ്ഞില്ലേ? എടോ, തന്നെ ഞാൻ വെറുതെ വിടില്ല, സൂക്ഷിച്ചോ. ഇനി എന്തിനാ എല്ലാവരും നോക്കി നിൽക്കുന്നേ? സത്യം അറിഞ്ഞില്ലേ? ആ പെണ്ണ് വിളിച്ചിട്ടാ ഇവൻ കയറിയത്. പോയി കിടന്നുറങ്ങാൻ നോക്ക്. അത് ശരിയല്ലേ? വേണ്ട, അത് തന്നെ. എന്താ ഇതുവരെ മണവാട്ടി ഒരുക്കില്ലേ? ആഭരണം എത്തിയില്ല മോനെ. ആഭരണം എത്തിയില്ലെന്നോ? വീട്ടിലെവിടെ? ടീച്ചറും തട്ടാന്റെ അടുത്ത് പോയിരിക്കാം. തട്ടാന്റെ അടുത്ത് പോവാൻ കണ്ട സമയം. ഒരു മിനിറ്റ്, ഒന്ന് വന്നേ. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? സംഗതി ആകെ കുഴഞ്ഞു. സ്വർണം ഇതുവരെ വാങ്ങിയിട്ടില്ല. കാശ് തരാന്ന് പറഞ്ഞ ആള് കാലി മാറി. തട്ടാന്റെ കയ്യിൽ പണിയാൻ കൊടുത്തത് ഞാനിപ്പം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക അമ്മയും പെങ്ങളും. കല്യാണം മുടങ്ങിയാൽ അത് ഓർക്കാൻ കൂടി വയ്യ. എത്ര മണിക്കാ കെട്ട്? 2-ന്. ഇനിയുമുണ്ട് 3-4 മണിക്കൂർ. നീ സമാധാനമായിട്ടിരിക്കേ. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഈ 11-ാം മണിക്കൂറിൽ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്തരപ്പ. ഇൻസ്റ്റാൾമെന്റിൽ സ്വർണം കൊടുക്കുന്ന ഒരു പാർട്ടിയുണ്ട്, ദാസുട്ടി. ഞാൻ അയാളോടൊന്ന് സംസാരിക്കട്ടെ. ഇതൊക്കെ ഈ പരിസരത്തുനിന്ന് കട്ടൊന്നും അല്ലല്ലോ. ഏയ്, വളരെ ദൂരെ. നമ്മ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് കൊണ്ടുവന്നു മാത്രം. ഇട്ടോ ഈടെ ബിസിനസ് ഒക്കെ ഇച്ചിരി കൊഴുത്തിട്ടുണ്ടല്ലോ. കണ്ണ് വെക്കല്ലേ ദാസൂട്ടി. വരട്ടെ. പോരെ? അയ്യോ, അയ്യേ, നിങ്ങൾ ഇത് ഇവിടുത്തെ പിച്ചക്കാരാ? ഇടയ്ക്ക് പറവുകൾക്ക് ആകാശം ഉണ്ടെന്നൊരു വരിയില്ലയോ? പാവങ്ങള് പാവങ്ങള് ജഗജില്ലാടികളാ, കള്ളന്മാരാ. പിന്നെന്താ ഈ വഴിക്ക്? ഇനി വന്നേ. എനിക്ക് കുറച്ച് സ്വർണം വേണം. കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണം എന്ന്. ദാസുട്ടി വിചാരിച്ച ഇന്നാ കല്യാണം മുടങ്ങില്ല. ചന്ദ്രപ്പനോട് ഞാൻ ഇല്ലാന്ന് പറയില്ല. ഇതൊക്കെ ഒരു പരസ്പര വിശ്വാസമാ. എന്നെ ചതിക്കരുത്. ഒരിക്കലും ഇല്ല. ഇതാ 15 പവനുണ്ട്. കട്ട മുതൽ വാങ്ങുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും ഒരു പെണ്ണിന്റെ കല്യാണം മുടങ്ങരുതെന്ന് കരുതിയ. എന്തായാലും പീറ്ററിന്റെ മുഖം തെളിഞ്ഞു. ഇതുവരെ കഴിഞ്ഞില്ലേ? വേഗമാവട്ടെ, പള്ളിയിലേക്ക് പുറപ്പെടാൻ സമയമായി. എന്താ സാറേ, ആ പണക്കാരുടെ കോളനിയിൽ വീണ്ടും വല്ല മോഷണം നടന്നു? ഒരിക്കൽ ഈ ചേരിയിൽ പോലീസ് കയറി ഇറങ്ങിയത് ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു. വീണ്ടും ആ ക്ഷമ ഞങ്ങൾക്കുണ്ടാവുമെന്ന് നിങ്ങൾ കരുതണ്ട. അന്ന് കള്ളനെ പിടികൂടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ എപ്പോഴും അങ്ങനെയേ സംഭവിക്കുമെന്ന് നിങ്ങളും കരുതണ്ട. നിങ്ങൾ പറയണേ, ഇത് തന്നെയല്ലേ നിങ്ങളുടെ സ്വർണം? അതെ. ഈ സ്വർണം നിനക്ക് കാര്യം നേടി പറയാൻ. ചന്ദ്രേട്ട, പറയടാ, എവിടെ നിന്നാ നിനക്കിത് കിട്ടിയത്? പറയാൻ. ചന്ദ്രപ്പനോട് ഞാൻ ഇല്ലാന്ന് പറയില്ല. പിന്നെ ഇതൊക്കെ ഒരു പരസ്പര വിശ്വാസമാ. എന്നെ ചതിക്കരുത്. ഇന്നലെ രാത്രി ഞാൻ തന്നെ വിളിച്ച് അകത്ത് കയറ്റിയതാണല്ലേ? മോഷണം പോയത് അപ്പ അറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം താൻ അറസ്റ്റിലായേനെ. ഇത്രയും വൈകില്ലായിരുന്നു. പണക്കാരന്റെ മുതൽ കട്ടെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുക. നീ ആരടാ? കായംകുളം കൊച്ചുണ്ണയുടെ കൊച്ചുമോനോ? നേതാവാകാൻ നീ തിരഞ്ഞെടുത്ത ഈ ഞൊടുക്ക് വിദ്യ അസലായിട്ടുണ്ട്.
ആഭരണങ്ങളെ കഴിച്ചു വാങ്ങിക്കും. സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നീ ഒന്നും പറയണ്ട. കുറെ ആദർശങ്ങൾ പറഞ്ഞ് എന്റെ മുന്നിൽ പലതവണ നീ ഷൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നിന്നെ ഞാൻ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇവരുടെയൊക്കെ രക്ഷകനായി ചമഞ്ഞു നടന്ന് ഇന്ന് ഈ ചേരിക്കാരുടെ അന്തസ് മുഴുവൻ നീ കളഞ്ഞു കുടിച്ചില്ലേ? ഇതിലും ഭേദം ഞങ്ങളെ സഹായിക്കാതിരിക്കുകയായിരുന്നു. ചന്ദ്രപ്പൻ കട്ടുന്ന് കരുന്നോടെ നീ എന്നെ ചതിക്കുന്നു, ഞാൻ വിശ്വസിക്കില്ലടാ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞിന്റെ കല്യാണം മുടങ്ങിയില്ല. ദൈവമേ, എന്റെ മോളുടെ തലയിലെടുത്തിങ്ങനെയായല്ലോ. കല്യാണം മുടങ്ങില്ല. ഇതാ, ഇത് മുഴുവൻ നീ എടുത്തോ. എന്റെ ജീവിതത്തിന് ഇതിന് പ്രയോജനപ്പെടില്ല. നിനക്കെങ്കിലും ഉപകരിക്കട്ടെ. അറസ്റ്റ്. ഈ ഗാഥയെ നീ ശരിക്കും അറിയാൻ പോണേ ഉള്ളൂ. കുട്ടി നേതാവ് ലോക്കപ്പിൽ കിടന്ന് അഴിയണമെന്ന നേരത്ത് ഗാഥ ഈ ചേരി ഒഴിപ്പിച്ചെടുക്കാനുള്ള തിരക്കിലായിരിക്കും. ഗുഡ് ബൈ.